എന്താണ് ടിപ്പു സുൽത്താൻ ചെയ്ത കാര്യം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു രാജാവ് വേറെ ഇല്ല. അദ്ദേഹം കൊല്ലപ്പെട്ട ആ ദിവസം ഇംഗ്ലീഷ് ജനറൽ പറഞ്ഞത് ശ്രീരംഗപട്ടണം പിടിച്ചടക്കി എന്നല്ല, ഇന്ത്യ നമ്മൾ പിടിച്ചടക്കി എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി ശ്രീരംഗപട്ടണം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ആർഭാടപൂർവ്വം നട്ട ഒരു ഇന്ത്യൻ രാജാവിൻ്റെ പേരാണ് ടിപ്പു സുൽത്താൻ. വേറെ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി പറിച്ചു കളയുകയാണ്. ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കിടിലം കൊള്ളിച്ച ഒരു രാജാവ്, ജീവിച്ച രാജാവ് സീരിയലായിട്ട് വന്നപ്പോൾ വെറും സങ്കല്പം. രാമായണവും മഹാഭാരതവും സങ്കല്പമല്ല. ഇവിടെയാണ് നമ്മുടെ സംസ്കാരത്തിലെ അട്ടിമറി. അത് സ്വാതന്ത്ര്യാനന്തരം ആരംഭിച്ചതല്ല, അത് ബ്രിട്ടീഷ് കാലത്തും ആരംഭിച്ചതല്ല. അതിനൊക്കെ എത്രയോ പിറകിലേക്ക് ജാതി മേൽക്കോയ്മ. പട്ടികൾക്ക് പേരിടേണ്ടത് അതിൻ്റെ സ്വഭാവം, ഗുണം എല്ലാം നോക്കിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വിദേശികളെ അപരിചിതരെ ഓടിക്കുന്ന പട്ടിക്ക് ടിപ്പു എന്നും, വിദേശികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ കാല് നക്കുന്ന പട്ടിക്ക് സവർക്കർ എന്നും, സ്വന്തം യജമാനനെ കൊല്ലുന്ന പട്ടിക്ക് ഗോഡ്സെ എന്നും പേരിടാവുന്നതാണ്. ഇത് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, 2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, 1987 രാമായണം ടെലി സീരിയൽ ഞായറാഴ്ചയായിരുന്നു. 9:30 മുതൽ 10:30 വരെയുള്ള 1 മണിക്കൂർ നമ്മുടെ പബ്ലിക് സ്പിയർ അതിൻ്റെ അവസാനമായിരുന്നു. എല്ലാം നിർത്തിവെച്ചു. സ്ക്രീൻ വർഷിപ്പ്, ടെലിവിഷൻ ക്ഷേത്ര, ടെമ്പിൾ സ്ക്രീൻ, അതിനെ പൊട്ടുതൊടിച്ചു. എല്ലാവിധ ആചാരങ്ങളും പൂജയും ചെയ്തിട്ട് ആളുകൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നു. അത് പിന്നീട് ഇന്ത്യൻ ഫാസിസത്തിന് വലിയ ഊർജം പകർന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചു. വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. ഇനി മറ്റൊന്ന് ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുന്നത് 1990 ടിപ്പു സുൽത്താൻ സീരീസ്. ഞാൻ ടിപ്പു സുൽത്താനെ പറ്റി എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ മൂപ്പര് വിചാരം എന്താണെന്ന് പറയും, എൻ്റെ മൂത്താപ്പേറ്റാണ് ടിപ്പു സുൽത്താൻ. ഇത് കിടിലൻ കക്ഷിയാണ്. ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിചയപ്പെടുത്തലും കൂടാതെ ഞാൻ കെട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. ഞാൻ പറയുന്നു, എൻ്റെ ഒരു ബന്ധുവല്ല, ഞങ്ങൾ പഴയൊരു തറവാട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ തറവാടിൻ്റെ വേര് എത്ര നീട്ടിയാലും ടിപ്പു സുൽത്താനിലൊന്നും എത്തില്ല. എത്താൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കാമായിരുന്നു, പക്ഷേ എത്തില്ല. എന്താണ് ടിപ്പു സുൽത്താൻ ചെയ്ത കാര്യം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു രാജാവ് വേറെ ഇല്ല. അദ്ദേഹം കൊല്ലപ്പെട്ട ആ ദിവസം ഇംഗ്ലീഷ് ജനറൽ പറഞ്ഞത് ശ്രീരംഗപട്ടണം പിടിച്ചടക്കി എന്നല്ല, ഇന്ത്യ നമ്മൾ പിടിച്ചടക്കി എന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ സമരം മാത്രമല്ല, ഇതിനൊരു വിഷയമായിട്ട് കേരളത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അതിന് കൗതുകകരമായുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതിൽ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടിപ്പു സുൽത്താൻ ചെയ്ത ഏറ്റവും വലിയ പല കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യം 1789 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യത്തിൽ ഉന്മത്തനായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി ശ്രീരംഗപട്ടണം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ആർഭാടപൂർവ്വം നട്ട ഒരു ഇന്ത്യൻ രാജാവിൻ്റെ പേരാണ് ടിപ്പു സുൽത്താൻ. വേറെ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി പറിച്ചു കളയുകയാണ്. ശ്രീരംഗപട്ടണത്ത് ജാക്കോബിൻ ക്ലബ്ബ് ഉണ്ടാക്കിയ ആളാണ്, ആ ക്ലബിൽ അംഗമായ ആളാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ ജാക്കോബിൻ ക്ലബിലെ അംഗങ്ങളും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതൃത്വം നൽകിയവരും വിളിച്ചത് സിറ്റിസൺ എന്നാണ്. പൗരൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. സിറ്റിസൺ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അദ്ദേഹം രാജാവാണ്, പക്ഷേ ഒരുപക്ഷെ ലോകത്തിലെ രാജാവായ ഏക പൗരനായിരിക്കും. ഇനി ഞാൻ പറയുന്നത്, ഈ ടിപ്പു സുൽത്താൻ സീരിയൽ 1990 ദൂരദർശൻ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ തടസ്സങ്ങളുണ്ടായി. അതിനെതിരെ കേസ് വന്നു. ഒടുവിൽ സുപ്രീം കോടതി
അത് അവതരിപ്പിക്കാൻ അവസരം കൊടുത്തു. അപ്പോൾ അതിലെഴുതിയിരുന്നത് ഇത് സാങ്കല്പികമാണ് എന്നാണ്. എന്നാൽ രാമായണത്തിലോ മഹാഭാരതത്തിലോ അങ്ങനെ എഴുതിയിരുന്നില്ല. ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കിടിലം കൊള്ളിച്ച ഒരു രാജാവ്, ജീവിച്ച രാജാവ് സീരിയലായിട്ട് വന്നപ്പോൾ വെറും സങ്കല്പം. രാമായണവും മഹാഭാരതവും സങ്കല്പമല്ല. ഇവിടെയാണ് നമ്മുടെ സംസ്കാരത്തിലെ അട്ടിമറി. അത് സ്വാതന്ത്ര്യാനന്തരം ആരംഭിച്ചതല്ല, അത് ബ്രിട്ടീഷ് കാലത്തും ആരംഭിച്ചതല്ല. അതിനൊക്കെ എത്രയോ പിറകിലേക്ക് ജാതി മേൽക്കോയ്മ അതിൻ്റെ നാനാതരത്തിലുള്ള ഇടപെടലിലൂടെ നിർമ്മിച്ചെടുത്തതാണ്. ആ നിർമ്മിച്ചെടുത്ത സംസ്കാരത്തിൻ്റെ അകത്ത് പലതരം വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് മതനിരപേക്ഷ ജനായത്വത്തിൻ്റെ വിസ്തൃതമായ വഴികളിലേക്ക് കടക്കാൻ കഴിയില്ല. കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബദലുകൾ രൂപപ്പെടുത്തണം. ബദലാണ് ബലം എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്. ഏതോ ഒരു സുബ്രഹ്മണ്യ അയ്യരിട്ട പോസ്റ്റാണ്. ഫേക്കാണോ ഒറിജിനലാണോ എന്ന് അറിഞ്ഞുകൂടാ. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അതിൻ്റെ പേര് ടിപ്പു എന്നാണ്. വളരെ വിശദീകരണം ആവശ്യമുള്ളതാണ്. അതിൻ്റെ പേര് ടിപ്പു എന്നാണ്. എൻ്റെ വീട്ടിൽ ആൾറെഡി ഒരു പട്ടിയുണ്ട്, അതിൻ്റെ പേര് ടിപ്പു എന്നാണ്. ഞാനൊരു പുതിയ പട്ടിയെ കൂടി വാങ്ങിയിട്ടുണ്ട്. അതിന് അപകർഷതാബോധം തോന്നാത്ത വിധത്തിലും ടിപ്പു എന്ന പട്ടിയോട് കിടപിടിക്കുന്ന തരത്തിലും ഒരു പേര് ആർക്കെങ്കിലും നിർദ്ദേശിക്കാമോ എന്നാണ് ചോദ്യം. ഈ സദസ്സിലുള്ളവർക്കും ഈ നെയിം ചാലഞ്ചിൽ ഏർപ്പെടാവുന്നതാണ്. സമ്മാനമൊന്നുമില്ല. അതിന് ഒരു അഷ്റഫ് കോഴിക്കോട് അതിനെന്താ പേര് പറയാമല്ലോ എന്ന് പറഞ്ഞ് ആ ചലഞ്ച് ഏറ്റെടുത്തു. അതിൽ അഷ്റഫ് പറയുന്നത് ഇങ്ങനെയാണ്: പട്ടികൾക്ക് പേരിടേണ്ടത് അതിൻ്റെ സ്വഭാവം, ഗുണം എല്ലാം നോക്കിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വിദേശികളെ, അപരിചിതരെ ഓടിക്കുന്ന പട്ടിക്ക് ടിപ്പു എന്നും, വിദേശികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ കാല് നക്കുന്ന പട്ടിക്ക് സവർക്കർ എന്നും, സ്വന്തം യജമാനനെ കൊല്ലുന്ന പട്ടിക്ക് ഗോഡ്സെ എന്നും പേരിടാവുന്നതാണ്. ഇവിടെയല്ലാതെ പിന്നെ എവിടെയാണ് തിരസ്കൃതരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംക്ഷിപ്തമെങ്കിലും ചെറിയ ഈ പ്രഭാഷണം നിർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.